അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ജീവിതത്തിലെ വലിയൊരു അഭിലാഷ ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുകയാണ്. നാം എപ്പോഴും കേൾക്കുന്ന, എപ്പോഴും പരാമർശിക്കപ്പെടുന്ന മഹാനായ വ്യക്തിത്വം ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്താണ് ഞാനും ബഹുമാനപ്പെട്ട സീദിക്കോയ തങ്ങളും നമ്മുടെ അർഷദ് ഫലാഹി കാക്കവി ഉസ്താദ് അവറുകളും ഇപ്പോൾ നിൽക്കുന്നു. നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ ഖബർ സിയാറത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ മലയുടെ താഴ്ഭാഗത്ത് ചുറ്റുഭാഗവും കുറ്റിക്കാടുകളാൽ ധാരാളം ആടുകൾ മേയുന്ന ഈ പ്രശാന്ത സുന്ദരമായ സായം സന്ധ്യയിൽ ഈ ഹബീബിൻ്റെ അടുത്ത് എത്തിയതിൽ അള്ളാഹുവിനെ വളരെയധികം സ്തുതിക്കും. ഒറ്റ ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, പുണ്യ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന റജുലൻ യഅതീകും മിനൽ യമൻ ഇസ്മുഹു ഉവൈസ്. നിങ്ങളുടെ അടുക്കൽ ഉവൈസുൽ ഖർനി വരും, യമനിൽ നിന്നും ഉവൈസ് നിങ്ങളുടെ അടുക്കൽ വരും റളിയല്ലാഹു അൻഹു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വബിഹി ബയാദുൻ, അവരുടെ ദേഹത്ത് വെളുത്ത അടയാളമുണ്ട്, വെള്ളപ്പാണ്ട് വന്നതിൻ്റെ. ഫദഅല്ലാഹ ഫഅദ്ഹബ, അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹു അത് മാറ്റിക്കളഞ്ഞു. ഗൈറ മൗദിഇ ദീനാർ അബി ദിർഹം, ഒരു ദീനാർ അല്ലെങ്കിൽ ഒരു ദിർഹമിൻ്റെ വലിപ്പ പട്ടത്തിലൊഴിച്ച്. ഇതാണ് അടയാളം. ഈ ഹദീസിൽ കാണാം ഗൈറ ഉമ്മില്ല ലാ യദഉ ബിൽ യമൻ, യമൻ വിടാറില്ല. പ്രവാചകന്റെ കാലത്ത് ജീവിച്ച മഹാനായ ശ്രേഷ്ഠനായ ഈ വ്യക്തിത്വം യമൻ വിടാത്തതിന്റെ കാരണം വൃദ്ധയായ ഉമ്മയുടെ പരിചരണമായിരുന്നു. അതുകൊണ്ടാണ് മദീനത്തേക്ക് വന്ന് പുണ്യ റസൂലിനെ കാണാൻ സാധിക്കാതെ പോയത്. ഈ മഹാനെ പറ്റിയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഈ ഉമ്മത്തിനോട് പറഞ്ഞത്, ഫമൻ ലഖിയഹു മിൻകും ഫൽയസ്തഗ്ഫിർ ലക്കും, നിങ്ങളിൽ ആരെങ്കിലും ഉവൈസുൽ ഖർനിയെ കണ്ടാൽ ഉവൈസ് നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടട്ടെ, ഇസ്തിഗ്ഫാർ ചെയ്യട്ടെ. ഈ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം മുസ്ലിമിൽ ഈ ഹദീസ് നമുക്ക് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു ഓരോ വർഷവും ഹജ്ജിന്റെ സമയത്ത് ഹാജിമാരുടെ ഇടയിൽ ചെന്നിട്ട് അന്വേഷിക്കും, അഫീക്കും ഉവൈസുൽ ഖർനി, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസുൽ ഖർനി ഉണ്ടോ? ഒരു വർഷം യാദർച്ഛികമായി ഉവൈസുൽ ഖർനിയെ കണ്ടുമുട്ടി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് ഉവൈസുൽ ഖർനിയെ കൊണ്ട് ദുആയിരപ്പിച്ചു എന്നാണ് ചരിത്രം. വിശാലമായ ചരിത്രമാണ്, നമുക്കത് പ്രതിപാദിക്കാൻ സമയമില്ല. സലാലയിൽ ഇന്ന് രാവിലെ ഞാനും അർഷദ് ഫലാഹി ഉസ്താദും എത്തുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞത്, നമുക്ക് ഉവൈസുൽ ഖർനിയുടെ അടുത്ത് പോകണം, നമുക്ക് നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മലയുടെ മുകളിൽ നമുക്ക് ചെല്ലണം. വലിയൊരു അവസരമാണ് ജീവിതത്തിൽ. അല്ലാഹു തആല ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ടവർ പ്രശസ്തിയോ ഫ്ലാഷോ ആഗ്രഹിച്ചിരുന്നില്ല, ജനക്കൂട്ടത്തിൽ നിന്ന് ഒതുങ്ങി ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. അതെല്ലാം നമുക്ക് കിതാബുകളിൽ കാണാം. അള്ളാഹു ഈ മഹാന്റെ ചാരത്ത് വന്ന് നിൽക്കുമ്പോൾ ഹൃദയം പിടയ്ക്കുകയാണ്. അത്രമാത്രം ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട സയ്യിദു താബിഈനായ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അള്ളാഹു ആ മഹാന്റെ ദറജ പടച്ചവൻ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു ആഖിറത്തിൽ ബഹുമാനപ്പെട്ടവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും, ആഫത്ത്, പ്രയാസം, അമ്രാദ്, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിലേക്ക് ലയിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ഫാത്തിഹ.